ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ വറുക്കുന്ന എൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ നല്ല അടിപൊളി ഒരു സാലഡിൻ്റെ റെസിപ്പി ആട്ടോ. ഈ സാലഡ് എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ ഞാൻ കുറച്ച് ചിക്കൻ മസാല, ഈസ്റ്റേൺ ചിക്കൻ മസാല ആയിട്ട് ഇട്ടേക്കുന്നത്. പിന്നെ കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും ഇത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നല്ല പോലെ തിരുമ്മി മിക്സ് ചെയ്ത് പിടിപ്പിച്ചേക്ക് കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഇത്തിരി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തു ചിക്കൻ ഒന്ന് അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടി. എന്നിട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ ചിക്കൻ വറുക്കുമ്പോൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കില്ല കേട്ടോ, അപ്പോൾ കരിഞ്ഞു പോവും. പിന്നെ ഇങ്ങനെ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വറുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ ചിക്കനയിലോട്ട് ഇടുന്നത് എന്നാ വെച്ചാൽ വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചതാണ്, കുഴികല്ലെ വെച്ച് ചതച്ചത്. പിന്നെ നമ്മുടെ പെരിഞ്ചീരകം, വലിയ ജീരകമില്ലേ, അതുകൂടെ ചതച്ചിട്ട് ഇതാ ചിക്കൻ ഇങ്ങനെ ലാസ്റ്റ് ഒന്ന് കോരുന്നതിന് ഒരു 10-15 മിനിറ്റ് മുന്നേ ഇങ്ങനെ ചിക്കൻ വറുത്തതിൻ്റെ മുകളിലോട്ട് ഇതിലൂടെ ഇട്ട് കൊടുക്കും. അപ്പം ഒരുപാട് കരിഞ്ഞും പോവില്ല ഈ വെളുത്തുള്ളിയൊക്കെ, ഇതിലെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആട്ടോ. ഈ വെളുത്തുള്ളിയും പെരിഞ്ചീരകവും ഇങ്ങനെ ചതച്ച് ലാസ്റ്റ് ഇടുമ്പം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കുക. പിന്നെ നമ്മുടെ സാലഡിനുള്ള റെസിപ്പി, ക്യാരറ്റ്, നല്ലൊരു മാങ്ങ, ഇളം പഴുപ്പ് മതി കേട്ടോ, ഒത്തിരി പഴുത്ത എടുക്കരുത്, പുളിയുള്ള ഒരു ഇളം പഴുപ്പുള്ള മാങ്ങ, പിന്നെ സബോള, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനം മതി കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ നല്ലപോലെ പീൽ ചെയ്തെടുക്കുകയാണേ. ഷെഫാട്ടോ ഇന്ന് ഫുൾ കുക്കിങ്, ഞാനല്ല, ഞാനിന്ന് ചുറ്റിപ്പറ്റിയോടെ നിൽക്കുന്നതേ ഉള്ളൂ, ഫുൾ കുക്കിംഗ് ഷെഫാണ്. അപ്പോൾ ഇതാ മാങ്ങ ഇതുപോലെ പീൽ ചെയ്തെടുക്കുക കേട്ടോ. ഒരു ഫുൾ മാങ്ങയൊന്നും വേണ്ട, കുറച്ച് മതി, അപ്പം തന്നെ കുറേ ഉണ്ടാവും കേട്ടോ, കുറേ ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ഒരു ചട്ടയിൽ സാലഡൊക്കെ കഴിക്കുന്നവരാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നിട്ട് ഇതാ സാലഡ് ഇതുപോലെ ഇങ്ങനെ മാങ്ങയെല്ലാം നമ്മൾ പീൽ ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് വേണമെങ്കിലും എടുക്കാം, പീൽ ചെയ്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള പോലെ എങ്ങനെ വെച്ചാൽ നൈസായിട്ട് എടുക്കണമെന്ന് മാത്രം. എന്നിട്ട് ഇതുപോലെ കട്ടി കുറച്ച് നൂല് പോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. ഞാൻ ഈ കട്ടിങ് സ്കില്ലൊന്നും എനിക്കില്ല കേട്ടോ അധികം. ശരിക്കും അവൻ കാണിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ, അതുകൊണ്ട് കേട്ടോ ഞാനിതിങ്ങനെ വീഡിയോ ആക്കി എടുത്തേക്കുന്നത്. പിന്നെ ഷെഫ് പറഞ്ഞു എൻ്റെ കത്തിക്ക് മൂർച്ച കുറവാണ്, അതുകൊണ്ട് ഷെഫിന് പറ്റുന്നില്ല ചെയ്യാമെന്നാണ് പറഞ്ഞത്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കട്ടിംഗ് ബോർഡിൽ ഒരു ചെറിയ ബ്ലാക്ക് ഉണ്ട്, അത് മാറ്റണം എന്നാണ് പറഞ്ഞത്. പക്ഷേ കട്ടിംഗ് ബോർഡ് വേറെ കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ വെള്ളം പറ്റുമ്പോൾ ഒരു കറ പോലെ വരുന്നു, അതെന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതാ ഞാൻ മാങ്ങയൊക്കെ തിന്ന് നോക്കാം കേട്ടോ. ചെറിയ പുളിയൊക്കെ ഉണ്ട് കേട്ടോ. പറയുന്നത് ചിപ്പിയൊക്കെ വീഡിയോ എടുക്കരുത്, നല്ല കളയുക പറയുന്നത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെ എന്നിട്ട് ഇതാ മാങ്ങയല്ല ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. ഇത്രയും മാങ്ങയുടെ ആവശ്യമുള്ളൂ കേട്ടോ. അകത്തോട്ട് കുറച്ച് പഴുപ്പായി തുടങ്ങിയിട്ടുള്ളൂ, പുറമെ പഴുക്കാതെ കൊണ്ടാണ് ഈ മാങ്ങ ഇരുന്നതുകൊണ്ട് കണക്ക് പുളിയും മധുരവും ഒക്കെ ആയിരുന്നു കേട്ടോ. ഈ മാങ്ങയ്ക്ക് പുളിയുള്ള മാങ്ങ എടുക്കുന്നതാണ് നല്ലത്, മധുരമായ മാങ്ങ എടുക്കല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മൂവാണ്ട മാങ്ങയൊക്കെ എടുക്കാം, സൂപ്പറാട്ടോ ഇതിനു വേണ്ടി. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ക്യാരറ്റും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം, പച്ചമുളകും ഇഞ്ചി ഒരു കുഞ്ഞു കഷ്ണവും മതി. ചിക്കൻ അപ്പുറത്ത് അടുപ്പേ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെന്ത് ഞാൻ എടുക്കുന്ന ചിക്കൻ അപ്പം വന്ന് പറക്കിയിട്ട് ജോലിയും ജസ്ലിൻ രഞ്ജിത്തും കഴിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഞങ്ങളിവിടെ സാലഡ് പരിപാടി കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റാണ്. നല്ല ഈ നമ്മളിങ്ങനെ ചിക്കൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സാലഡ്. ഇനി ഒന്നുമില്ല ചുമ്മാതെ ഒരു സാലഡ് കഴിക്കണമെന്ന് തോന്നിയാലും ഇത് കഴിക്കാൻ പറ്റും കേട്ടോ, അത്ര ടേസ്റ്റാണ്. ഇങ്ങനെ ക്യാരറ്റൊക്കെ അരിയുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അരിയാനുള്ളൊരു ടാലൻ്റ് ആയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്താലും എനിക്ക് ഇത്ര ഇതായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ കത്തി ഭയങ്കര മോശമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സാധാരണ ആ ചുമപ്പ് കത്തിയില്ല, നിങ്ങൾക്കറിയാലോ, ആ ചുമപ്പ് കത്തി വെച്ചല്ലേ ഞാനെല്ലാം കട്ട് ചെയ്യുന്നത്. ഈ കത്തിയൊക്കെ ഇടയ്ക്ക് വല്ല യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് ചിക്കൻ ഇങ്ങനെ വറുത്ത് കോരുന്നു, കൈകൾ വരുന്ന കണ്ടോ, കൈ വന്ന് ഇതാ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ഓൾറെഡി കുറച്ച് ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സബോള അരിഞ്ഞ് നാരങ്ങയും പിഴിഞ്ഞ് പച്ചമുളക് ഇട്ടൊരു സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരതും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതപ്പോഴത്തേക്കും റെഡി ആക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതാ പച്ചമുളക് ഇതുപോലെ കുഞ്ഞാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഈ കൂട്ടത്തിൽ വെക്കാതിരുന്നതിനാന്ന് വെച്ചാൽ കറിവേപ്പില കേട്ടോ, കറിവേപ്പിലയും കൂടെ എടുക്കണം. ഒരു 3-4 കറിവേപ്പില മതി. എന്നിട്ട് അതുകൂടെ കുഞ്ഞിതാക്കി കട്ട് ചെയ്ത് ഇതിലോട്ട് ഇടണം കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും സബോളയും ക്യാരറ്റും മാങ്ങയും കറിവേപ്പിലയും ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ കറിവേപ്പില ഞാൻ എടുത്ത് വെച്ചതിൻ്റെ കൂടെ എടുക്കാൻ മറന്നു, അതുകൊണ്ടാട്ടോ എടുത്ത് പറഞ്ഞത്. എന്നിട്ട് ഇതുപോലെ എല്ലാം അരിഞ്ഞ് നല്ല സെറ്റാക്കി വെക്കുക. പിന്നെ ചിക്കൻ ഇങ്ങനെ വറുത്തൊന്ന് നോക്കും കേട്ടോ ഒരു വട്ടം. ചിക്കൻ മസാലയും മുളക് പൊടി, ഗരം മസാല, ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇടുന്ന അതേ ചിക്കൻ മസാല കേട്ടോ ഇട്ടേക്കുന്നത്. ഇതാ ഞാൻ കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനല്ല, അവൻ കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്.
പിന്നെ ഉപ്പും ഇത്രയും സാധനം ഇട്ട് മാത്രം ഒന്ന് ചിക്കൻ വറുത്ത് നോക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി ഇനിയാണ് നമ്മൾ മെയിൻ സാധനങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഉപ്പിടുക, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ എന്തേരാണോ എടുക്കുന്നത് അതനുസരിച്ച്. പിന്നെ അല്പം കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, ഒരു അല്പം കാശ്മീരി മുളക് പൊടിയും കൂടി ഇടണേ. ഇതാ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഇട്ടു. അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് തേനില്ലേ, നമ്മുടെ തേൻ ഒഴിക്കണം. ഒലിവ് ഓയിൽ, ഞാനിപ്പോൾ ഒലിവ് ഓയിലാട്ടോ ഒഴിച്ചേക്കുന്നത്. ഇനി ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വെളിച്ചെണ്ണയാണെങ്കിലും ഒഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ കേട്ടോ എന്നെ നല്ലത്. ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ തേൻ, നല്ല പ്യുവറായിട്ടുള്ള തേൻ, ഇതാ തേനാണ് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. തേനും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇത്രയും സാധനമാണ് വേണ്ടത്. തേൻ എന്താണേലും ഒഴിക്കണം കേട്ടോ. പിന്നെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഞെരടി നല്ല പോലെ മിക്സ് ചെയ്യണം. നമ്മൾ സ്പൂണൊന്നും ഇട്ടാക്കി അത്രയ്ക്ക് സെറ്റാവില്ല, കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഞെരടി സെറ്റ് ചെയ്യണം. എന്നാലേ ആ എല്ലാം പിടിച്ച് എല്ലാം റെഡി ആവുള്ളൂ. അത്ര ടേസ്റ്റ് ആട്ടോ ഇത്. നിങ്ങൾ ഒരു വട്ടം എന്താണേലും ട്രൈ ചെയ്ത് നോക്കും, ഞാൻ സത്യം പറയാണ്. ഞാൻ എന്താണേലും ഇത്രയും വട്ടം എടുത്തെടുത്ത് ഒരു വീഡിയോ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറയില്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഞെരടുക. അപ്പോൾ ആ ഉപ്പും പുളിയും എരിവും ആ തേനിൻ്റെ മധുരവും എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതാ കഴിച്ചു നോക്കാം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ സാലഡ് കഴിക്കുന്നതും ട്രൈ ചെയ്യുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അത്ര ടേസ്റ്റ് ഞാൻ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, എനിക്ക് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. നമുക്കിത് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. കാരണം ആ പുളി, എരിവ്, ഉപ്പ് എല്ലാം കൂടെ വരുന്നതുകൊണ്ടേ ശരിക്കും അത്ര ടേസ്റ്റ്. അവിടെ ജോലി ജസ്റ്റിനൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞങ്ങളെല്ലാവരും നല്ല ആസ്വദിച്ച് തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ രഞ്ജിത്ത് പറയുക പണ്ട് ഇതാ അങ്ങനെ ഞങ്ങൾ ചിക്കൻ വറുത്തും പിന്നെ ഞങ്ങൾ സാലഡായി കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പിന്നെ ഇരുന്ന് ചിക്കൻ വറുത്തതും ഈ സാലഡും ഹെവി ആയിട്ടോ. നൈറ്റ് ഫുഡായിട്ട് ഇത് മാത്രം മതി. എനിക്ക് ഈ ചിക്കൻ കാലം കണ്ട അപ്പം ജഗതി ഓർമ്മ വരും കേട്ടോ. അപ്പോഴേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ, സീ യു.